പടയണിപ്പാട്ടിൻ്റെ തപ്പുതാളത്തിൽ കലാകാരന്മാർ കൊട്ടിക്കയറുമ്പോൾ ആ ഉത്സവ അന്തരീക്ഷത്തിൽ ഒരു ഗ്രാമത്തിൻ്റെ മുഴുവൻ ഹൃദയത്തുടിപ്പായി ഹൃദയതാളമായി മാറുന്ന പ്രാചീന കലാരൂപമാണ് പടയണി. കലയും ശാസ്ത്രവും പൗരാണികമായ വെളിപ്പാടുകളും മനുഷ്യരാശിക്ക് എക്കാലവും പകർന്നു നൽകുന്നതാണ് ഈ പ്രാചീന കലാരൂപം. ഭദ്രകാളിയുടെ ക്രോധം ശമിപ്പിക്കാൻ ഗണപതിയും നന്ദികേശനും ഉൾപ്പെടെയുള്ളവർ കോലങ്ങൾ കെട്ടി കളിച്ചുവെന്നും അത് കണ്ട് കാളി സന്തോഷവതിയായി എന്നുമാണ് പടയണിയുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യം. തിരുവിതാംകൂറിൻ്റെ തെക്കൻ ഭാഗത്തുള്ളവർ ശത്രുക്കളെ ഭയപ്പെടുത്താൻ അഭ്യസിച്ചിരുന്ന കളരിപ്പയറ്റ് എന്ന സമ്പന്നമായ ആയോധന കലയെ ഓർമ്മപ്പെടുത്തുന്ന യോദ്ധാക്കളുടെ നിര എന്ന അർത്ഥം വരുന്ന പട അഥവാ സൈന്യം, അണി അഥവാ നിര എന്നിവയിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് പടയണി എന്നൊരു പക്ഷമുണ്ട്. എന്നാൽ കാർഷിക സംസ്കൃതിയിൽ അലിഞ്ഞു ചേർന്ന നമ്മുടെ സംസ്കാരത്തിൻ്റെ വിളവെടുപ്പ് ഉത്സവവുമായി ബന്ധപ്പെടുത്തിയും ഈ കലാരൂപത്തെ ചേർത്തു വയ്ക്കാം. മധ്യ തിരുവിതാംകൂറിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ആചാര അനുഷ്ഠാനങ്ങളോടെ ഇന്നും അരങ്ങേറുന്ന ഈ കലാരൂപം ദ്രാവിഡ ഗോത്ര സംസ്കാരത്തിൽ നിന്ന് ഉടലെടുത്ത അതിപ്രാചീനമായ ഒരു സുന്ദര കലയാണ്. ദൈവപ്രീതിക്ക് വേണ്ടിയുള്ള സമർപ്പണമാണിത്. രൗദ്രഭാവത്തിൽ അരങ്ങേറുന്ന പടയണി കൂടുതലും മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ, അതായത് മലയാള മാസങ്ങളായ കുംഭം മീനം മാസങ്ങളിലാണ് നടക്കുക. ഏപ്രിൽ മാസത്തിലെ വിഷുദിനത്തോടനുബന്ധിച്ച് കടമ്മനിട്ടക്കാവിൽ അരങ്ങേറുന്ന വലിയ പടയണിയോടെയാണ് മധ്യ തിരുവിതാംകൂറിലെ ഈ അനുഷ്ഠാന കലയ്ക്ക് തിരശീല വീഴുന്നത്. പടയണിയിലെ മേളങ്ങളിൽ പ്രഥമ സ്ഥാനമാണ് തപ്പിന്. പ്രകൃതിയിൽ നിന്ന് പിറന്ന, പ്രകൃതിയെ മുഴക്കുന്ന വാദ്യമായിട്ടാണ് തപ്പിനെ കാണുന്നത്. രാവിൻ്റെ സ്വരമാണിതിന്. രാത്രിയിലെ നിശബ്ദതയുടെ കാതുകളിലേക്ക് ഈ അസുരവാദ്യത്തിൻ്റെ ശബ്ദം വന്ന് ഘോഷിക്കുമ്പോഴാണ് പടയണിക്ക് തുടക്കം കുറിക്കുന്നത്. പ്ലാവിൻ്റെയോ കുമ്പിളിൻ്റെയോ കഷ്ണങ്ങൾ കൊണ്ടാണ് ഇതിൻ്റെ നിർമ്മിതി. എരുമത്തോൽ പൊതിഞ്ഞ തപ്പിൽ ആദ്യ ദിവസങ്ങളിൽ പച്ചത്തപ്പാണ് കൊട്ടുന്നത്. പിന്നെ പിന്നെ ആഴികൂട്ടി തപ്പുകാച്ചി നാദം ശുദ്ധമാക്കുന്നു. കൊട്ടുന്ന ഇരു കൈകളും സൃഷ്ടിക്കുന്നത് വെവ്വേറെ സ്വരങ്ങളാണ്. വലത് കൈകൊണ്ട് ത കാരങ്ങളും ഇടതു കൈകൊണ്ട് ക കാരങ്ങളുമാണ് സൃഷ്ടിക്കപ്പെടുന്നത്. തപ്പിൻ്റെ താളത്തോടു കൂടിയാണ് എല്ലാ ദിവസവും പടയണിക്ക് തുടക്കം കുറിക്കുന്നത്. 7:30 നാഴിക ഇരുട്ടിക്കഴിഞ്ഞു മാത്രമേ ഇതിന് തുടക്കം കുറിക്കുകയുള്ളൂ. ഇതിൻ്റെ കൂടെ കൈമണി, മദ്ദളം, ചെണ്ട എന്നീ വാദ്യ ഉപകരണങ്ങളും ഉപയോഗിക്കാറുണ്ട്. പടയണി കലാകാരൻ ഭൂമിയോട് ചേർന്ന് ചരിച്ചു വലതുകാലിൽ ചാരി വച്ചുകൊണ്ടാണ് തപ്പ് കൊട്ടുന്നത്. ക്ഷേത്രനടയിലെ വിശാലവും വൃത്താകാരവുമായ സ്ഥലത്താണ് സാധാരണയായി പടയണിക്ക് കളമൊരുക്കുക. പടയണിക്കളത്തിൽ ഇത് കാണുവാൻ പരദേവതയെ വിളിച്ചിറക്കുന്ന ചടങ്ങാണ് ചൂട്ടുവെപ്പ്. ചൂട്ടുവെച്ച പച്ച തപ്പ് കൊട്ടി വിളിക്കുമ്പോൾ കാവിനുള്ളിൽ കുടികൊള്ളുന്ന പരദേവത വിളികേട്ടിറങ്ങി വരുമെന്ന് കലാകാരൻ വിശ്വസിക്കുന്നു. ഉരുട്ടിക്കെട്ടിയ ഉണങ്ങിയ ഓല മടലുകളുടെ തുഞ്ചാണിയാണ് ചൂട്ടുകറ്റയായി ഉപയോഗിക്കുന്നത്. ശ്രീകോവിലിലെ നിലവിളക്കിൽ നിന്ന് പൂജാരി കത്തിച്ചു കൊടുക്കുന്ന ചൂട്ട് ആർപ്പും കുരവയുമായി ക്ഷേത്രത്തിന് വലം വച്ചു വന്ന മീനത്തെ മൂലയ്ക്കൽ വയ്ക്കുന്നു. എരിയുന്ന ചൂട്ടുവെളിച്ചത്തിൽ കൈമണിയുടെ സഹായത്തോടെ പടയണി ആശാന്മാർ പച്ചത്തപ്പിൽ ജീവയും ഗണപതിയും പാടിവെട്ടവും കൊട്ടിത്തീരുന്നതോടെ ചൂട്ടുവയ്പ് ചടങ്ങുകൾ അവസാനിക്കുന്നു. പടയണിയോട് ബന്ധപ്പെട്ട് അവതരിപ്പിക്കുന്ന ഒരു കലയാണ് താവടി. വെള്ളമുണ്ട് മുട്ടോളം താഴ്ത്തിയുടുത്ത് അരയിൽ ചുമന്ന പട്ടുറുമാലും ചുറ്റി വെള്ളത്തോർത്തുകൊണ്ട് തലയിൽ വട്ടക്കെട്ട് കെട്ടി എത്തുന്ന തുള്ളൽക്കാർ ക്ഷേത്രത്തിന് അഭിമുഖമായി നിരന്നു നിന്ന മേളത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന താളത്തെ അടിസ്ഥാനമാക്കി
മെയ് വഴക്കത്തോടെ നടത്തപ്പെടുന്ന ചുവടുവയ്പ്പുകളാണിത്. കൈമണിത്താളത്തിനനുസരിച്ച് ഇരു കൈകളും കൂട്ടിയടിച്ച ശബ്ദമുണ്ടാക്കിയാണ് ഇത് അരങ്ങത്ത് അവതരിപ്പിക്കുന്നത്. നല്ല മെയ്വഴക്കവും അഭ്യാസ സിദ്ധിയും ഇതിന് ആവശ്യമാണ്. കലയും ശാസ്ത്രവും പൗരാണികമായ അറിവുകളും പങ്കുവയ്ക്കാൻ ഈ കലാരൂപത്തിലൂടെ കഴിയുന്നുണ്ട്. ഈ കലയിൽ അന്തർലീനമായിരിക്കുന്ന സാമൂഹിക പ്രസക്തി വളരെ വലുതാണ്. ദ്രാവിഡ ഗോത്രവർഗ സംസ്കാരത്തിൽ നിന്നാണ് ഇതിൻ്റെ തുടക്കമെന്ന് ആചാര്യമതം. ദൃശ്യ ആവിഷ്കാരമായ പടയണിയിൽ കോലങ്ങൾക്കാണ് പ്രഥമ സ്ഥാനം. ഗണപതിക്കോലം അഥവാ പിശാച് കോലം, ശിവക്കോലം, മറുതക്കോലം, രുദ്രമറുത, യക്ഷിക്കോലം, സുന്ദരയക്ഷി, അന്തരയക്ഷി, അരക്കിയക്ഷി, മായയക്ഷി, ഏഴിനാഗയക്ഷി, കരിനാഗയക്ഷി, പക്ഷിക്കോലം, നാടൻകോലം, കാലൻകോലം, കരിങ്കാളി, നിണഭൈരവി, കാഞ്ഞിരമാല ദേവത, ഭൈരവി മംഗളക്കോലം, കുതിരതുള്ളൽ, കൊട്ടിക്കയറ്റം തുടങ്ങി നിരവധി കോലങ്ങൾ പടയണിക്കളത്തിൽ എത്താറുണ്ട്. ഇതിൽ ഗണപതി, മറുത, യക്ഷി, പക്ഷി, മാടൻ എന്നിവയാണ് പഞ്ചകോലങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇതിൻ്റെ കൂടെ സുന്ദരയക്ഷിയും ഭൈരവിക്കോലവും ചേർന്നാൽ കൂട്ടക്കോലമായി. എന്നാൽ ഇവയിലൊന്നും പെടാത്തതാണ് കാലൻ കോലം. പാളക്കോലങ്ങളിൽ ഏറ്റവും വലിയ കോലം ഭൈരവിയാണ്. 51 പാള മുതൽ 101 പാള വരെ ഈ കോലത്തിന് ഉപയോഗിക്കാറുണ്ട്. 1001 പാളകളുള്ള ചട്ടത്തെ കോലവും നിലവിലുണ്ട്. 4 വലിയ ചാടുകളിൽ തീർക്കുന്ന ഈ കോലം ഓതറ പുതുക്കുളങ്ങര ക്ഷേത്രത്തിൽ നിലവിലുണ്ട്. കോലങ്ങൾക്കാവശ്യമായ എല്ലാ സാധനങ്ങളും കമുകിൽ നിന്നുമാണ് എടുക്കുന്നത്. ഗണപതിക്കോലം അഥവാ പിശാച് കോലം ഒറ്റപ്പാളയിൽ ചെത്തി കൊമ്പ് വെച്ച് കെട്ടി എഴുതിയുണ്ടാക്കിയ മുഖാവരണമായി ഉപയോഗിക്കുന്നു. മുട്ടോളം ഇറക്കിയുടുത്ത വെള്ളമുണ്ട്. മുണ്ടിന് മുകളിലായി ഉടുത്ത പട്ട് കൈയിൽ എരിയുന്ന കൊണ്ടിരിക്കുന്ന 2 ചൂട്ടുകറ്റ. ഇവയാണ് ഗണപതിക്കോലത്തിൻ്റെ ഏകദേശ രൂപം. തുള്ളലിൽ ആദ്യം തുള്ളുന്ന കോലമായതിനാലാണ് പിശാച് കോലത്തിന് ഗണപതിക്കോലമെന്ന പേര് വന്നത്. ആൺപിശാച്, പെൺപിശാച്, എരിപ്പിശാച് എന്നിങ്ങനെ പലതരത്തിലുള്ള പിശാച് കോലങ്ങളുണ്ട്. വിഘ്നം വരുത്തുന്ന ശക്തികളെ പ്രീതിപ്പെടുത്തി അവയുടെ ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷ നേടുന്ന പ്രേരണയേകയാൽ പിശാചിന് ഗണപതിക്കോലമെന്നും പറയുന്നു. ശിവപാർവതിയോട് ബന്ധപ്പെട്ടും അല്ലാതെയും ഉള്ള പാട്ടുകൾ ഗണപതിക്കോലത്തിൻ്റെ തുള്ളലിൽ ഉപയോഗിക്കുന്നുണ്ട്. ശിവകോലം അത്യപൂർവമായി മാത്രം കാണുന്ന ഒരു കോലമാണ് ശിവകോലം. ചുരുക്കം ചില ക്ഷേത്രങ്ങൾ മാത്രമേ ഈ കോലത്തിൻ്റെ തുള്ളൽ നടത്തുന്നുള്ളൂ. പാള ചെത്തിയുണ്ടാക്കിയ കൂമ്പാരം പോലെ ഒരു തൊപ്പി, അതിൻ്റെ കൂമ്പോട് ചേർത്ത് പിടിച്ചുള്ള ഒരു നാഗപ്പത്തി. ഇതിൽ കരിയും വെള്ളയും മാത്രമേ എഴുതുവാൻ ഉപയോഗിക്കുകയുള്ളൂ. നാഗമുഖം കഴിഞ്ഞാൽ തൊപ്പിയും ഏതാനും ചുറ്റുവരകൾ കരികൊണ്ട് വരച്ചിരിക്കും. ചില ഭാഗങ്ങളിൽ നെഞ്ചുമാലയും അരമാലയും കുരുത്തോല പാവാടയും കാലിൽ ചിലമ്പും ധരിക്കും. എന്നാൽ ചില സ്ഥലങ്ങളിൽ തറയിൽ ഏറ്റുന്ന കോലവും കാലിൽ ചിലങ്കയും ശരീരത്തിലും കയ്യിലും കാലിലും ഭസ്മക്കുറികളും കഴുത്തിൽ ഒരു രുദ്രാക്ഷമാലയുമുണ്ടാകും. ഈ കോലത്തിൻ്റെ പാട്ടുകളിൽ എല്ലാം ശിവസ്തുതികളാണ് കാണുന്നത്. മറുതക്കോലം. മറുത കരവാസികളുടെ ഒരു അമ്മ ദൈവമാണ്. മാരകമായ രോഗത്തിൻ്റെ വിത്തുകൾ വാരി വിതയ്ക്കാൻ മടിയില്ലാത്ത ഒരു ദേവത. ഇഷ്ടക്കേട് കണ്ടാൽ ആരുടെ ദേഹത്തും അവർ വിളയാടി എന്നിരിക്കും. കരിമറുത, കാലകേശി മറുത, ഈശാന്തൻ മറുത, രുദ്രമറുത, പണ്ടാരമറുത, പച്ചമറുത എന്നിങ്ങനെ മറുത പല വിധങ്ങളുണ്ട്. എഴുതി തുള്ളിക്കുന്നതിലൂടെ വ്യക്തിക്കും കുടുംബത്തിനും സമൂഹത്തിനും ഏൽക്കേണ്ടി വന്നതും ഭാവിയിൽ ഏൽക്കാവുന്നതുമായ വസൂരി രോഗബാധയുടെ ദുരിതങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. മാതൃഭാവവും ഭക്തിഭാവവും നർമ്മഭാവവും മറുതക്കോലം തുള്ളലിൽ അന്തർലീനമായിട്ടുണ്ട്.
ഒറ്റപ്പാളയിൽ മുഖാവരണം പോലെ തീർത്ത ഒരു കോലം. മുഖഭാഗം വെട്ടിക്കളഞ്ഞിരിക്കുന്നു. മുഖത്ത് എണ്ണയിൽ ചാലിച്ച കരി തേച്ചിട്ടുണ്ട്. വലിയ മുലകളുള്ള നെഞ്ചുമാല അരയിൽ ഇലഞ്ഞിയുടെയോ പാണലിൻ്റെയോ തൂപ്പ് കയ്യിൽ കെട്ടിയിരിക്കും. മുറം, വീശുപാള, കത്തി, ഉലക്ക എന്നിവയും കാണാം. യക്ഷിക്കോലങ്ങൾ പലതാണ്. ഓരോന്നിൻ്റെയും രൂപവും ഭാവവും തുള്ളലും പാട്ടുമെല്ലാം വ്യത്യസ്തമാണ്. വിവിധ പേരുകളിലാണ് യക്ഷിക്കോലങ്ങൾ അറിയപ്പെടുന്നത്. സുന്ദര, അന്തര, അമ്പര, മായ, അർക്കി, അയലി, മുയലി, കോലന, കൊടിയന, തൂമൊഴി തുടങ്ങിയ കാലയക്ഷിയും നാഗയക്ഷിയും ഉൾപ്പെടെ ഒരു നീണ്ട നിര തന്നെ പടയണിയിലുണ്ട്. ഓരോ കോലവും രൂപത്തിലും ഭാവത്തിലും അവതരണ രീതിയിലും വ്യത്യസ്തത പുലർത്തുന്നു. സുന്ദരയക്ഷി സുന്ദരിയും സുഗന്ധവാഹികളും സ്വപ്നം കാണിച്ച് മോഹിപ്പിക്കുന്നവളുമാണ്. അരക്കിയക്ഷി അടവും പോരും പഠിച്ചവളാണ്. കാലയക്ഷി അഗ്നിയുടെ ഗന്ധം അറിഞ്ഞവളാണ്. അന്തരയക്ഷി മനുഷ്യരെ ഭയപ്പെടുത്തി വായുവിൽ കൊണ്ടുപോകുന്നു. ഇങ്ങനെ ഓരോ യക്ഷിക്കും ഓരോ സ്വഭാവ വിശേഷങ്ങൾ പടയണിയിൽ നൽകിയിട്ടുണ്ട്. കൂടാതെ എഴുനാഗയക്ഷി, കരിനാഗയക്ഷി എന്നീ കോലങ്ങളും അരങ്ങത്ത് എത്താറുണ്ട്. മാടൻ കോലം. തൊപ്പിമാടൻ, ചെറ്റമാടൻ, വടിമാടൻ, പുള്ളിമാടൻ, ചുടലമാടൻ എന്നീ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന നാടൻ കോലങ്ങൾ പടയണിയിലുണ്ട്. ഈ കോലങ്ങളെല്ലാം ഒരു ദിവസം കൊണ്ട് ഒന്നിച്ച് തുള്ളി തീർക്കുകയല്ല പതിവ്. ഓരോ ദിവസവും ഓരോ കോലമായിരിക്കും കളത്തിലിറങ്ങുക. ഒറ്റപ്പാളയിൽ തീർത്ത ഒരു മുഖാവരണവും നെഞ്ചുമാലയും പൊതുവെ ഉണ്ടായിരിക്കും. എന്നാൽ തൊപ്പി നാടൻ കോലത്തിന് തൊപ്പിയും വടിമാടനാണെങ്കിൽ വടിയും ഉണ്ടായിരിക്കും. നിഴൽ നോക്കി അടിച്ചു കൊല്ലുന്ന ഒരു ദുർദേവതയായിട്ടാണ് ഇതിനെ കാണുന്നത്. അത്തരത്തിലുള്ള ദുരിതങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടിയാണ് ഈ കോലങ്ങൾ കെട്ടിപ്പാടിത്തുള്ളുന്നത്. കാലൻ കോലം. കാലിൽ കച്ചമണി, അരയിൽ ചെമ്പട്ട, അതിനുമീതെ അരമാല, മാറിൽ നെഞ്ചുമാല, മുഖമാകെ എണ്ണയിൽ ചാലിച്ച് കരിപുരട്ടി കണ്ണും കുറിയും എകിറും പല്ലും ധരിച്ചിരിക്കുന്നു. തലയിൽ കിരീടം പോലെ ധരിച്ചിരിക്കുന്ന കോലം. തൊപ്പി പാളയിൽ വിലങ്ങിനെയും കുത്തനെയും ഘടിപ്പിച്ചിരിക്കുന്ന അലക, ചട്ടത്തിന്മേൽ എഴുതിയ പാളകൾ യഥാവിധി തയ്ച്ചു ചേർത്താണ് ഈ കോലം പിടിപ്പിച്ചിട്ടുള്ളത്. അരമാലയും നെഞ്ചുമാലയും കണ്ണും കുറിയും എകിറും പല്ലും പാള കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കുക. കോലത്തിന് വേഷക്കാരൻ്റെ മുഖമുൾപ്പെടെ 3 മുഖമാണ്. മധ്യഭാഗത്തുള്ള മുഖത്തിൻ്റെ ഇരുവശങ്ങളിലും നാഗത്തലകളുണ്ടായിരിക്കും. കാതും കിരീടത്തിൽ തന്നെയാണ്. കാതിൽ പൂവാണ് വരയ്ക്കുക. നാഗത്തലയുടെ ഭാഗത്ത് 2 മുഖങ്ങൾ കൂടി വരച്ച് നാഗത്തലയ്ക്ക് പകരം ഘടിപ്പിച്ച് എഴുതാറുണ്ട്. പുരികം മുതൽ മേലോട്ടുള്ള ഭാഗമാണ് കോലത്തിൽ എഴുതുന്നത്. കോലം വേഷക്കാരൻ്റെ തലയിൽ ഉറപ്പിച്ചിരിക്കുന്നതിനായി നല്ലവണ്ണം നീളമുള്ള തുണി സാധാരണയായി നേരിയതാണ് ഉപയോഗിക്കുക. ഇത് ചട്ടത്തിൻ്റെ അലകിലൂടെ കൊരുത്ത 2 അഗ്രങ്ങളും വേഷക്കാരൻ്റെ കക്ഷത്തിലൂടെ പുറകോട്ടെടുത്ത പുറത്തായി വലിച്ചു മുറുക്കി കെട്ടിയിരിക്കും. വലം കൈയിൽ വാളും ഇടം കൈയിൽ പന്തവും പാശവും തൊപ്പിക്കിടിയിലൂടെ പുറമാകെ മറഞ്ഞു കിടക്കത്തക്ക വിധമുള്ള കറുത്തു നീണ്ട മുടിയുമാണ് പ്രധാന വേഷക്കാരൻ്റെ ചമയങ്ങൾ. എന്നാൽ അപ്രധാനമല്ലാത്ത ഒരു വേഷം കൂടി ചില സന്ദർഭങ്ങളിൽ അരങ്ങത്തെത്താറുണ്ട്. ഇറക്കി ഉടുത്തിരിക്കുന്ന വെള്ളമുണ്ട് അരയിൽ ചെമ്പട്ട് കെട്ടി തലയിൽ വെള്ളത്തോർത്ത് കോണിച്ച് മടക്കി പിന്നോട്ട് മടക്കി കെട്ടുകയും ചെയ്യും. പടയണിയിലെ തുള്ളൽ സമ്പ്രദായങ്ങളെല്ലാം സ്വായത്തമാക്കിയിട്ടുള്ള ഒരു കലാകാരൻ്റെ മാത്രമേ കാലൻ കോലം ഭംഗിയായി തുള്ളാൻ കഴിയുകയുള്ളൂ. ഏറെ അധ്വാനം വേണ്ടിവരുന്ന കലാരൂപമാണ് കാലൻ കോലം. മാർക്കണ്ഡേയ ചരിത്രമാണ് കാലൻ കോലം തുള്ളലിൽ പാടുന്ന പാട്ടിൻ്റെ ഇതിവൃത്തം. ചൂട്ടുവെച്ച് വിളിച്ചിറക്കിയ ഭഗവതി ഇപ്പോഴും പടയണിക്കളത്തിൽ തന്നെയാണിരിക്കുന്നത്. കൊട്ടി വിളിച്ചിറക്കിയ അമ്മയെ കൊട്ടി തന്നെ കയറ്റണം. പച്ചത്തപ്പ് കൊട്ടിയാണ് ഭഗവതിയെ വിളിച്ചിറക്കിയത്.
പച്ചത്തപ്പ് കൊട്ടി തന്നെ കയറ്റുകയും വേണം. എരിയുന്ന ചൂടിൻ്റെ വെളിച്ചത്തിൽ ഗണപതിയും പടിവട്ടവും കൊട്ടുന്നു. തുടർന്ന് ജീവയും കൈമണി പിടിച്ച് തപ്പുകൊട്ടി വലം വയ്ക്കുന്നു. ഓരോ നടക്കലും ഇത് ആവർത്തിക്കുന്നു. അതീവ ശ്രദ്ധയോടുകൂടി വടക്കേ നടക്കലും ജീവ കൊട്ടി പടയണി സംഘാംഗങ്ങളും നാട്ടുകാരും ആർഭാടത്തോളം ആർപ്പുവിളികളുടെയും കുരവയുടെയും അകമ്പടിയോടുകൂടി പടയണിക്കളത്തിൽ നിന്ന് കത്തിച്ച ചൂട്ടുകറ്റയുമായി തിരുനടക്കൽ എത്തുകയും എല്ലാവരും അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ചൂട്ടുകറ്റ നടക്കൽ വയ്ക്കുകയും ചെയ്യുന്നു. കാവിലമ്മ ശ്രീകോവിലിലേക്ക് എത്തിയെന്ന വിശ്വാസത്തോടെ പടയണി സംഘാംഗങ്ങളും കരവാസികളും സന്തോഷത്തോടെ മടങ്ങുന്നു. ഇതോടെ പടയണി എന്ന അനുഷ്ഠാന കലയുടെ പരിസമാപ്തിയാകുന്നു. ഇരുട്ടിന്മേൽ ആധിപത്യം ഉറപ്പിക്കുന്ന വെളിച്ചമാണ് ഇതിൻ്റെ ആന്തരിക ചൈതന്യം. മഹത്തായ ഈ കലാരൂപത്തിൻ്റെ സൃഷ്ടി ഏതെങ്കിലും രാജവംശത്തിനോ വരേണ്യവർഗത്തിനോ വൈദിക വർഗത്തിനോ ചാർത്തി നൽകിയിട്ടില്ല. ഭൂരിപക്ഷം വരുന്ന സാധാരണക്കാർക്ക് വേണ്ടിയാണ് പടയണി അരങ്ങേറുന്നത്. പ്രകൃതിയുടെ മുഖം പഞ്ചവർണ്ണങ്ങളിൽ ലയിപ്പിച്ച പാളക്കോലങ്ങളിലേക്ക് ആവാഹിച്ച മറുതക്കോലവും കാലൻ കോലവും നാടൻ കോലവുമായി രൗദ്രഭാവത്തിൽ ക്ഷേത്രത്തിലെ മതിൽക്കെട്ടിലെ അരങ്ങുകളിൽ ആടിത്തിമിർക്കുന്ന പടയണി എന്ന പ്രാചീന കലാരൂപം ബാഹ്യമായ ഒരു അനുഷ്ഠാനത്തിൻ്റെ ചട്ടക്കൂടിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഈ അനുഷ്ഠാന കലയ്ക്ക് പിന്നിൽ ഒരു വലിയ സന്ദേശമുണ്ട്, കരുതലുണ്ട്, നീണ്ട തപസ്സുണ്ട്, സമർപ്പണവുമുണ്ട്. സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കായി പ്രകൃതിയെ ഒരു ഉപഭോഗ വസ്തുവായി കാണുന്ന ഈ കാലത്ത് പ്രകൃതിയെ ഈശ്വരതുല്യം ആരാധിച്ചു പോകുന്ന ഒരു സമൂഹം ഇവിടെ ജീവിച്ചിരുന്നു എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലുണ്ടത്രേ പച്ചപ്പാളയിൽ വിരിയുന്ന കോലമുഖങ്ങൾക്ക്. പൂർവവസൂരികൾ നമുക്ക് നേടിത്തന്ന ഉദാത്ത ഭാരതീയ സംസ്കൃതിയുടെ ആകെ തുകയാണ് ഈ കലാരൂപം. പ്രകൃതിയും മനുഷ്യനും ദേവതകളും ഈ അനുഷ്ഠാന കലയിൽ ഒന്നിച്ച് സമ്മേളിക്കുകയും സമരസപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഈ കൂട്ടായ്മയിലൂടെ പുതിയ ഒരു ഐക്യവും ശക്തിയും ഗ്രാമങ്ങളിൽ പിറക്കുന്നതായി കാണാം. പ്രകൃതി വിരുദ്ധമായ കാര്യങ്ങൾക്ക് സമൂഹത്തിൽ പ്രചാരം ലഭിക്കുമ്പോൾ ആ സമൂഹത്തിൻ്റെ നന്മയെ ലക്ഷ്യമാക്കി നടത്തുന്ന ഒരു മഹായജ്ഞമാണ് പടയണി എന്ന് വിവക്ഷിക്കാം. മാനവരാശിയുടെ മുന്നോട്ടുള്ള ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്ന ഒന്നാണ് ഈ കല. അരങ്ങിലെത്തുന്ന പാലക്കോളങ്ങളിൽ പ്രതിഫലിക്കുന്നത് ലോകചലനത്തിൻ്റെ കാരണകർത്താവായ അഗ്നിയാണ്. ജലം, അഗ്നി, വായു എന്നീ പ്രകൃതി ശക്തികളെ മനുഷ്യൻ ദൈവങ്ങളായി സങ്കല്പിച്ച് ആരാധിച്ചിരുന്നു. വേദകാലത്ത് ഋഗ്വേദത്തിൽ അഗ്നിയെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. മാത്രമല്ല, അഗ്നിയെക്കുറിച്ച് ധാരാളം വിവരണങ്ങളും അതിലുണ്ട്. സൃഷ്ടി, സ്ഥിതി, സംഹാര ശക്തിയുടെ പ്രഭാവമാണ് അഗ്നി. ശിവന്റെ തൃക്കണ്ണിൽ നിന്ന് പുറപ്പെടുന്ന അഗ്നിപ്രവാഹത്തിൻ്റെ പ്രതീകമാണ് കോലങ്ങളിൽ കാണുന്ന പന്തം എന്ന് വിശ്വസിക്കപ്പെടുന്നു. പടയണിക്കോലത്തിൽ ദേവി അക്ഷരമായും അന്നമായും അധ്വാനമായും നിറയുന്നു. ഒരു കാലഘട്ടത്തിൽ നാം അനുഷ്ഠിച്ചിരുന്ന സംസ്കാരത്തിൻ്റെ തിരുശേഷിപ്പുകളാണ് ഇതെല്ലാം. Timinda
തനനൈ കുമ്പിടുന്നേ ഇവരുടെ ലോകമൊഴി പരനായി നിന്നിരുവടിയേ കുമ്പിടുന്നേ കൃതികൾ പാട്ടുകൾ പൂജുമ്പോ കൃതികൾ പാട്ടുകൾ പൂജ പടയണേ പരമകലിംഗവാനുമേ തക്കിട 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 ധോം ധോം ദിമിത്തോ തക്കിട തക്കിട ധോം ധോം ദിമിത്തോ തക്കിട 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 ധോം ധോം ദിമിത്തോ തക്കിട 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 ധോം ധോം ദിമിത്തോ തക്കിട 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 ധോം ണിഞ്ഞവൾ നീയേ കഞ്ഞരത്തെ കൂടിക്കൊള്ളുവൾ നീയേ തിരുധീരം കൂടിപ്പവൾ നീയേ മക്കളും എന്ന് വേണ്ട എന്റെ മക്കളെ തിണ്ണയിലൊന്ന് കൂട്ടി അരിപ്പാട്ട് നീലാണ്ടനായിരുന്നു. കേട്ടിട്ടുണ്ടോ? പിന്നെ മൂത്ത ഏച്ചിയുടെ ഭർത്താവിനോടായി പിന്നത്തെ താമസം അങ്ങനെ ഇരിക്കുമ്പോ സമയത്ത് മുറി മേടിക്കട്ടെ. പിന്നെ മേടിക്കണ്ടേ? മൂപ്പര മുറി നീട്ടിക്കോണ്ട് നിൽക്കുക. എന്താണ് അവകാശം? അത് പറയാ നീ ആരാ? എന്താ വേറെ അവിടെ വന്നങ്ങ് ഇരുന്നു. അവിടെ കിടക്കുന്നത് എന്താ പോട്ടെ പോട്ടെ എന്തോടാ എന്തോടാ തൊണ്ടിട്ട് എടാ തൊണ്ടല്ലടാ അത് മംഗലാപുരം ഓടാടാ. ഓട് ഈശാന്തൻ മറുതാ വന്നേ പണ്ടാരാ
ഇങ്ങനെ തക്കിട്ട